ഹല്ലേലൂയ. കർത്താവിൽ അത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ യേശുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം നയിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട എൽദോസ് മലയാളംതുരുത്ത് ശമ്മാശനാണ്. നമുക്ക് ശമ്മാശന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവ് മാത്രം ഇന്നത്തെ ധ്യാനം നയിക്കട്ടെ. പ്രിയപ്പെട്ട ശമ്മാശനിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കാനായി വളരെ എളിമയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ തിരുവചനാഗ്നി ധ്യാനം ശ്രവിക്കുന്ന മക്കളിലേക്കെല്ലാം ദൈവത്തിൻ്റെ വലിയ വചനത്തിൻ്റെ ശക്തിയും ദൈവിക തേജസ്സും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വചനം ഇങ്ങനെ വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15:21. എൻ്റെ അപ്പാ, ഞാൻ സ്വർഗത്തിനെതിരായും അങ്ങയുടെ മുമ്പാകെയും പാപം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. അപ്പാ, എൻ്റെ അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, അങ്ങയുടെ മുമ്പാകെയും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ അതിനെനിക്ക് യോഗ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ വചനക്കേൾവിയിലൂടെ ആഴമായ ഒരു അനുതാപം ഉണ്ടാകാൻ, ഈ ഇളയ മകൻ ധൂർത്തപുത്രൻ എന്നൊക്കെ പറയുന്നു. അദ്ദേഹം സമ്പത്ത് ധൂർത്തടിച്ചെങ്കിലും ആത്മാവ് നഷ്ടപ്പെട്ടിട്ടില്ല. പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്ന ഹല്ലേലൂയ ഒരു മകനെ നമുക്ക് കാണാൻ കഴിയും. സഹനത്തിൻ്റെ പെരുമഴയിൽ, സഹനത്തിൻ്റെ തീച്ചൂളയുടെ നടുവിൽ അപ്പനെക്കുറിച്ച് ഓർത്ത് തിരിച്ചു വരുന്ന മകൻ. ഹല്ലേലൂയ. അപ്പോൾ അപ്പൻ ഏറ്റവും സവിശേഷമായ വസ്ത്രവും മുദ്രമോതിരവും ചെരുപ്പുമെല്ലാം അണിയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവ് നാം പാപച്ചെളിക്കുണ്ടിലാണ് കിടക്കുന്നതെങ്കിൽ തിരിച്ചു വരാൻ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വചനക്കേൾവിക്ക് വേണ്ടി നമ്മെ സമർപ്പിക്കാം. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബം പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭവനത്തിലെ മകൻ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ല. ആ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തക്ക തുണയെ തക്ക സമയത്ത് നൽകുന്ന ദൈവം ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകിയിട്ടുണ്ട്. ദൈവമേ, ഇനി തക്ക തുണയെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കുടുംബത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അവരിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള അളവില്ലാത്ത അനുഗ്രഹങ്ങൾക്കും സമൃദ്ധിക്കുമായി ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. മകൻ്റെ വിവാഹം സ്വർഗം നടത്തിക്കൊടുത്തു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്ത എല്ലാ മക്കളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അടുത്ത ബുധനാഴ്ച ജൂലൈ 10 ആരംഭിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനം സമർപ്പിക്കുകയാണ്. യെശയ്യാവ് 43:5-6 വചനത്തിൻ്റെ ശക്തിയാൽ കിഴക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, തെക്ക് നിന്ന്, വടക്ക് നിന്ന് ധാരാളം മക്കളെ ഹല്ലേലൂയ പിതാവായ ദൈവം ആകർഷിച്ച് കൂട്ടിവരുത്തുന്നത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശനിയാഴ്ച തോറും നടക്കുന്ന ഏകദിന ധ്യാനത്തെയും യൂട്യൂബിലുള്ള ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന തിരുവചനാഗ്നി ധ്യാനം, ഞായറാഴ്ചത്തെ എവൻഗേലിയൻ സന്ദേശം, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, 3 മുതൽ 4 വരെയുള്ള ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന, സകലവും ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ താഴ്ത്തി വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് മാത്രം ഏറ്റെടുത്ത് ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാക്കി പരിശുദ്ധാത്മാവ് തന്നെ നയിക്കാനായിട്ട് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ധ്യാനകേന്ദ്രത്തിൻ്റെ രക്ഷാധികാരി ശ്രേഷ്ഠ പിതാവിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. രോഗാവസ്ഥയിൽ അവിടുന്ന് കൂടിയിരുന്ന് സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ. ധ്യാനകേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ ശുശ്രൂഷകരെയും ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി വയ്ക്കുന്നു. ദാനമായി തന്ന മകന് നിത്യശാന്തി നൽകണമേ. ആ കുടുംബത്തെ തലമുറയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട ശമ്മാശനോട് കേൾക്കാൻ ദൈവമേ ഞങ്ങൾ ശമ്മാശനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ സംസാരിക്കണമേ.
പരിശുദ്ധ അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്നും ജീവിക്കുന്നതിനായ കർത്താവ് യേശു മിശിഹായുടെ പുണ്യനാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കട്ടെ. കീഴിലും സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വം നടന്നു വരുന്ന ഈ വചനപ്രഘോഷണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യട്ടെ. ധനവാനായൊരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു അവനോട് പറയുന്നു, നീ മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക തുടങ്ങിയ കൽപ്പനകൾ നിനക്ക് അറിവുള്ളതല്ലേ? ഈ മനുഷ്യൻ യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവ്, ഇതെല്ലാം എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പാലിച്ചു വരികയാണ്. അപ്പോൾ വീണ്ടും യേശു ഈ മനുഷ്യനോട് പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിൻ്റെ വസ്തുവകളെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക എന്ന് ഈ ധനവാനായ മനുഷ്യനോട് യേശു പറയുന്നു. ഇനിയും നിനക്കൊരു കുറവുണ്ട്. പ്രിയ സ്നേഹിതരെ, നമുക്കെല്ലാവർക്കും ഒരു കുറവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു പറയാതെയോ ഈ കുറവുകൾ നമ്മളെ പലപ്പോഴും വേട്ടയാടാറുമുണ്ട്. ഈ കുറവെന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതയാണ്. നമ്മുടെ ബലഹീനതയാണ് ഈ കുറവിലൂടെ യേശു നമുക്ക് കാണിച്ചു തരുന്നത്. പലപ്പോഴും നമ്മുടെ ബലഹീനത നമ്മളെ പാപം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറ്റപ്പെടുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ആഗ്രഹിക്കുന്നത് ഈ ബലഹീനത എന്ന് പറയുന്ന ഈ അടിമത്തത്തിൽ നിന്ന് നീ പുറത്തു കടന്ന് ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി മാറണമെന്ന് ദൈവം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവിക ആരാധനയിലും പലപ്പോഴും ജനങ്ങൾ ഒരുപാട് പിന്നോക്കം പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് എഴുതി വച്ചിട്ടുള്ളത്. അത് ധൂർത്തപുത്രൻ്റെ ഉപമയാണത്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പൻ്റെ പക്കൽ നിന്ന് തൻ്റെ അവകാശങ്ങളെ ചോദിച്ചു വാങ്ങിക്കൊണ്ട് പ്രവാസത്തിലേക്ക് പോയ സംഭവമാണ് വിവരിച്ച് കാണുന്നത്. ഈ പ്രവാസം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ദൂരെയായിരിക്കുന്ന ഒരവസ്ഥയാണ്. തൻ്റെ അപ്പനോട് ഈ മകൻ പറയുന്നു, അപ്പാ, എനിക്ക് നിൻ്റെ കൂടെയുള്ള ഈ ജീവിതം അത്ര സുഖകരമായ അവസ്ഥയിലൂടെയല്ല കടന്നു പോകുന്നത്. ആയതുകൊണ്ട് എനിക്ക് തരുവാനുള്ള ഓഹരി എനിക്ക് തന്നുകൊള്ളുക, ഞാൻ വേറെ പോയി ജീവിച്ചു കൊള്ളാം എന്നുള്ള ഒരു ധ്വനി ഈ മകൻ ഈ അപ്പനോട് പറയുകയാണ്. അപ്പനുമായുള്ള ബന്ധം വേർപെടുത്തി ഈ മകൻ അവൻ്റെ സമ്പാദ്യവുമായി പ്രവാസത്തിലേക്ക് കടന്നു പോവുകയും എന്നാൽ പിന്നീടുള്ള അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒട്ടേറെ കഷ്ടനഷ്ടങ്ങളുടെ നടുവിലൂടെ ഇവൻ കടന്നു പോകുന്ന ചിത്രവും നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പന്നികളെ മേയിക്കുന്ന ജോലിയിൽ വരെ ഇവൻ പ്രവേശിക്കുകയാണ്. പന്നികൾ ജീവിക്കുന്നത് മ്ലേച്ഛമായ അവസ്ഥയിലാണ്, മ്ലേച്ഛമായ സാഹചര്യത്തിലാണ്. ഈ മ്ലേച്ഛമായ സാഹചര്യം എന്ന് പറയുന്നത് സാത്താൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ്.
ഈ മ്ലേച്ഛമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സാത്താൻ്റെ കരവേലത്താണ് ഞാനും നിങ്ങളും എന്നുള്ള ചിന്ത നമ്മൾ നന്നായി ഓർമ്മപ്പെടുത്തണം. എൻ്റെയും നിങ്ങളുടെയും ബലഹീനമായ അവസ്ഥ ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ പലപ്പോഴും കാരണമായി തീരുകയാണ്. ഈ മകൻ അപ്പനിൽ നിന്നുള്ള ബന്ധത്തെ ഉപേക്ഷിച്ച് പ്രവാസത്തിലേക്ക് പോയ കാലഘട്ടം മുതൽ ഈ മകൻ്റെ മടങ്ങിവരവിന് കാത്തിരിക്കുന്ന ഒരപ്പനെയാണ് ഇവിടെ വരച്ചു കാട്ടപ്പെട്ടിട്ടുള്ളത്. അത് ഞാനും നിങ്ങളും സൃഷ്ടാവായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ അപ്പൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പന് സങ്കടമുണ്ട്. അപ്പൻ്റെ ഒരു മകനോ മകളോ അവനിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ട് മാറിപ്പോകുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ മനം നൊന്തിരിക്കുന്ന ഒരപ്പനെയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുക. ഈ മകൻ പുറപ്പെട്ടു പോയതിനു ശേഷം ഈ അപ്പൻ ഈ മകനെയും കാത്ത് തൻ്റെ വീടിൻ്റെ ഉമ്മറക്കോലായിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ മകനെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് തിരിച്ചറിയുന്നു, എൻ്റെ അപ്പൻ്റെ ഭവനം ഇതിലും എത്രയോ ഭേദമായ സന്തോഷകരമായ അവസ്ഥയായിരുന്നു. സ്നേഹത്തിൻ്റെയും സമ്പന്നതയുടെയും സൗഭാഗ്യത്തിൻ്റെയും നടുവിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോരുമ്പോൾ അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ മ്ലേച്ഛമായൊരവസ്ഥയിലൂടെ തൻ്റെ ജീവിതം കടന്നു പോകുമെന്ന്. ഈ മകൻ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവൻ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ മകന് വേണ്ടി കാത്തിരുന്ന അപ്പൻ ദൂരെ നിന്ന് തന്നെ തൻ്റെ മകനെ കാണുകയാണ്. ഇവിടെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് വരച്ചു കാട്ടിത്തരുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒരുവൻ മടങ്ങി വന്നാൽ ആ മടങ്ങി വരുന്നവന് ദൈവം കരുതി വച്ചിട്ടുള്ള 5 സമ്മാനങ്ങൾ. അതിലൊന്നാമത്തെ സമ്മാനം ഈ അപ്പനെയും മകന് കൊടുക്കുകയാണ്. ദൂരെ നിന്ന് കടന്നു വരുമ്പോഴേ ഓടിച്ചെന്ന് ഈ മകനെ കെട്ടിപ്പിടിച്ച് അവന് സ്നേഹചുംബനം കൊടുക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, ഈ സ്നേഹചുംബനം സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. ഈ സ്നേഹചുംബനം തന്നിൽ നിന്ന് അകന്നു പോയവനെ അവൻ മടങ്ങി വരുമ്പോൾ അവനെ ആത്മാർത്ഥതയോടെ തന്നിലേക്ക് സ്വീകരിക്കുന്ന ആ ചുംബനം അവനിൽ നിന്ന് എല്ലാ സങ്കടങ്ങളെയും മാറ്റിക്കളയുന്ന ഒന്ന് തന്നെയാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളിൽ നിന്ന് അകന്നു മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ, നമ്മുടെ കൂട്ടായ്മയിലുള്ള ബന്ധത്തിലെല്ലാം പലപ്പോഴും പലരും നമ്മളെ വിട്ട് അകന്നു പോയിട്ടുണ്ടാകാം. അങ്ങനെ അകന്നു പോയതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഈ അപ്പൻ കാത്തിരുന്നത് പോലെ അവർ നമ്മിലേക്ക് മടങ്ങി വരും. അങ്ങനെ മടങ്ങി വരുമ്പോൾ വിദ്വേഷം കൊണ്ട് അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. പരിഭവം കൊണ്ട് അവരോട് സംസാരിക്കാതിരിക്കുകയല്ല വേണ്ടത്. സ്നേഹം കൊണ്ട് അവനെ ചേർത്ത് പിടിക്കുവാനുള്ള വിശാല മനസ്സ് ദൈവം നമ്മൾക്ക് നൽകട്ടെ. രണ്ടാമത്, ഈ മകന് വേണ്ടി ഈ അപ്പൻ കരുതി വച്ചിരുന്നത് അവൻ്റെ മേൽത്തരമായ അങ്കിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ മേൽത്തരമായ അങ്കി നമ്മളെല്ലാവരും സ്വീകരിച്ചവരാണ്. വിശുദ്ധ മാമോദീസായിലൂടെ ഈ മേൽത്തരമായ അങ്കി നമ്മുടെ ശരീരത്തെ
പൊതിഞ്ഞിരിക്കുന്നു. ഏദൻ്റെ പറുദീസയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ നഗ്നനായിരുന്നു, എന്നാൽ അവർക്ക് നാണമുണ്ടായില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് നാണമുണ്ടാകാതിരുന്നത്? അവൻ്റെ ശരീരത്തിൽ ദൈവം മേൽത്തരമായ ഒരു അങ്കിയെ കൊടുത്തിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ മേൽത്തരമായ അങ്കി അവന് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ ഈ മകനും അവൻ ദൈവവുമായുള്ള പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവന് ദൈവം കൊടുത്തിരുന്ന ആ മേൽത്തരമായ അങ്കി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഈ മകൻ മടങ്ങി വന്നപ്പോൾ, അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ, അപ്പൻ്റെ സൗഭാഗ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, അപ്പൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, അവൻ മടങ്ങി വന്നപ്പോൾ രണ്ടാമതായി ഈ അപ്പന് മകന് കൊടുത്തത് ആ നഷ്ടപ്പെട്ടു പോയ ആ മഹത്വത്തിൻ്റെ അങ്കിയാണ്. ഈ മഹത്വത്തിൻ്റെ അങ്കി അധികാരത്തിൻ്റെ ചിഹ്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മഹത്വത്തിൻ്റെ അങ്കി അവനെ വീണ്ടും അപ്പനുമായുള്ള ബന്ധത്തിൻ്റെ ആ അധികാരത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് അധികാരവും അവകാശവും നഷ്ടപ്പെട്ടു പോയ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ ഈ മഹത്തരമായ ഈ അങ്കിയിലൂടെ അവന് നഷ്ടപ്പെട്ടു പോയ, അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ അധികാരത്തിൻ്റെ ആ വസ്ത്രം ഈ മകന് തിരിച്ചു കൊടുക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുമ്പോൾ ദൈവം എത്രയോ സങ്കടപ്പെടുകയാണ് നമ്മളെ ഓർത്ത്. ദൈവം ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും അവൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണമെന്നുള്ളത്. ഞാൻ എൻ്റെ പിതാവിനോട് കൂടെ ആയിരിക്കുമ്പോൾ ആ പിതാവിൻ്റെ അവകാശത്തിൽ ഞാനും പങ്കുകാരനാണ്. എന്നാൽ ഞാൻ പിതാവിനോട് കൂടെ അല്ലാതിരിക്കുമ്പോൾ ആ അവകാശത്തിന് ഞാൻ പുറത്തു പോവുകയും ചെയ്യുന്നു. ഇവിടെ നഷ്ടപ്പെട്ടു പോയ അവകാശത്തെ തിരിച്ചു കൊടുക്കുന്ന ഒരപ്പനെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പ്രിയ സ്നേഹിതരെ, നാമും നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. മൂന്നാമതായി ഈ അപ്പന് മകൻ കൊടുക്കുന്നത്, ഈ മകന് ഈ അപ്പൻ കൊടുക്കുന്നത് അവന് നഷ്ടപ്പെട്ടു പോയ മോതിരത്തെയാണ്. ഞാനും നിങ്ങളും കർത്താവായ ക്രിസ്തു തമ്മിലുള്ള ഉടമ്പടിയാവുന്ന ആ മോതിരം അവൻ അപ്പനിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ അവൻ്റെ കൈവിരലിൽ നിന്ന് ആ മോതിരം നഷ്ടപ്പെട്ടു പോയിരുന്നു. മടങ്ങി വന്നപ്പോൾ അധികാരത്തിന് ചിഹ്നമായ, അവകാശത്തിന് ചിഹ്നമായ ആ മോതിരത്തെ സ്നേഹപൂർവ്വം കൊടുക്കുന്ന ഒരപ്പനെയും നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയും. നീ പാപം ചെയ്തു, നീ ദൈവത്തിൽ നിന്ന് അകന്നു, എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു നിൻ്റെ തിരിച്ചു വരവിനെക്കുറിച്ച്. നിൻ്റെ ബലഹീനതയായിരിക്കാം ഒരുപക്ഷെ നിന്നെ ഈ പാപത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ആ ബലഹീനതയിൽ ബലം നൽകുന്ന ഒരു യേശുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ആ ബലഹീനതയെ തിരിച്ചറിയുവാനും ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ കഴിയുമ്പോൾ ആദ്യമേ എൻ്റെ അപ്പൻ എനിക്കൊരു സ്നേഹചുംബനം തരും. രണ്ടാമത് ഈ അപ്പൻ എനിക്ക് എന്നിൽ നഷ്ടപ്പെട്ടു പോയ ആ മേൽത്തരമായ അങ്കിയെ അവന് വീണ്ടും എനിക്ക് ഇടിവിച്ചു തരും. മൂന്നാമത് അധികാരത്തിൻ്റെ ഞാൻ ഉപേക്ഷിച്ച് പോയ ആ മോതിരം അവനെൻ്റെ കരത്തിലേക്ക് സ്നേഹപൂർവ്വം വീണ്ടും വിട്ടുതരികയാണ്. നാലാമത് ഈ അപ്പൻ ഈ മകന് കൊടുക്കുന്ന സ്നേഹസമ്മാനം എന്ന് പറയുന്നത് അവൻ്റെ കാലിന്മേൽ ചെരുപ്പിടിവിച്ചു കൊടുക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, എന്താണ് ഈ ചെരുപ്പിൻ്റെ അർത്ഥമായി നമ്മൾ കണക്കാക്കേണ്ടത്? അടിമയ്ക്ക് ചെരുപ്പിടുവാനുള്ള അവകാശമില്ല. ചെരുപ്പിടുവാനുള്ള അവകാശമുള്ളത് ഉടയവൻ്റെ മക്കൾക്ക് മാത്രമേ. ഇവിടെ ഈ മകൻ അടിമയായിരുന്നൊരവസ്ഥയിൽ നിന്ന് ഉടയവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. ഈ മകൻ വന്നിട്ട് അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ, നീ എന്നൊരു വേലക്കാരനെ പോലെ കണ്ടാൽ മതി, എന്നെ നീ ഇനി വേലക്കാരനെ പോലെ മാത്രം കണ്ടാൽ മതി അപ്പാ.
നിന്നിൽ അവകാശിയാകുവാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല എന്നവൻ സ്വയമേ തിരിച്ചറിയുക. അത്രമാത്രം ഈ അപ്പനിൽ നിന്ന് ഈ മകൻ അകന്നു പോയിരുന്നു. പ്രിയ സ്നേഹിതരെ, പക്ഷേ ഈ സ്നേഹവാനായി അപ്പൻ കൊടുത്തത് ആ മകന് നഷ്ടപ്പെട്ടു പോയ അടിമത്തത്തിൻ്റെ കരത്തിൽ നിന്ന് അവനെ വിടുവിച്ച്, അടിമയായിരുന്നപ്പോൾ അവന് ഇടാൻ പറ്റാതിരുന്ന, അവന് നഷ്ടപ്പെട്ടു പോയിരുന്ന അധികാരത്തിൻ്റെ ആ ചെരുപ്പിനെ അവന് മടക്കി കൊടുക്കുകയാണ്. ഞാനും നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഞാൻ വീണ്ടും ഒരു അടിമയല്ല, ഞാനൊരു ദാസനല്ല, ഞാൻ അവനോട് കൂടെ അവകാശിയായി തീരുകയാണ് എന്ന് ഈ അപ്പൻ നമ്മെ കാണിച്ചു തരുന്നുണ്ട്. അഞ്ചാമതായി അപ്പനെ മകന് വേണ്ടി ഒരുക്കുന്നത് മേൽത്തരമായ ഒരു വിരുന്നാണ്. കാളക്കുട്ടികളെ അറുത്ത് മേൽത്തരമായൊരു വിരുന്നിന് ഒരുക്കുന്ന കാഴ്ചയും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ഒരു പാപി അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ സ്വർഗം തുറന്ന് സന്തോഷിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ അപ്പൻ ഈ മാലാഹമാരോട് ഒരുമിച്ച് നമ്മളുടെ വിരുന്നിൽ പങ്കെടുക്കുകയാണ്. തിരിച്ചു വന്ന മകനെ ഓർത്ത് വലിയൊരു വിരുന്നൊരുക്കുന്നു. ഈ സമയത്താണ് മൂത്ത മകൻ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഈ മൂത്ത മകൻ നമ്മളിൽ പലരുമാകാം. അവൻ വന്നിട്ട് വാലിക്കാരോട് ചോദിക്കുന്നു, എന്താണ് ഇവിടെ നടക്കുന്നത്? വാലിക്കാർ പറയുന്നത്, നിന്റെ അനുജൻ തിരിച്ചു വന്നിരിക്കുന്നു, അവന് വേണ്ടി നിൻ്റെ അപ്പൻ വലിയൊരു വിരുന്നൊരുക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, അനുജൻ തിരിച്ചു വന്നുള്ള സന്തോഷമൊന്നും ഈ മൂത്തവനിൽ കണ്ടില്ല. അവനവിടെ കാണിക്കുന്ന വികാരമെന്ന് പറയുന്നത് തനിക്ക് മാത്രം അവകാശപ്പെട്ട തൻ്റെ സമ്പത്ത് തൻ്റെ അനുജനിലേക്ക് തിരിച്ചു പോകുമല്ലോ എന്നുള്ള സങ്കടമായിരുന്നു ഈ മൂത്തവനെ മതിച്ചു കൊണ്ടിരുന്നത്. അവൻ അപ്പനോട് പറയുകയാണ്, അപ്പാ, ഞാൻ അപ്പനോട് കൂടെ ഇത്രയും കാലമായി ഞാൻ നിൽക്കുന്നല്ലോ, എൻ്റെ കൂട്ടുകാർക്ക് വിരുന്നൊരുക്കുവാൻ ഒരു കുഞ്ഞാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ലല്ലോ. ഇതാണ് പ്രിയ സ്നേഹിതരെ പലപ്പോഴും നമ്മുടെ ചിന്താഗതി. ഒരുവൻ മടങ്ങി വന്നാൽ അവനെ സ്വീകരിക്കുവാനുള്ള മനസ്സ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ ആത്മീയ ഉത്തരവാദിത്വം, ആത്മീയ ചിന്ത പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരുവൻ മാറിപ്പോയാൽ അവന് മാറിപ്പോകട്ടെ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മെ നയിക്കുന്നത്. എന്നാൽ ഈ അപ്പൻ ഈ മകന് കാട്ടിക്കൊടുക്കുന്ന സന്ദേശം, തെറ്റിപ്പോയവനെ തിരികെ കൊണ്ടുവരുമ്പോൾ സർവ്വതും കൊടുത്ത് സ്വീകരിക്കുന്ന ഒരപ്പനെ നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയും. ആ അപ്പൻ്റെ സ്ഥാനത്തായിരിക്കട്ടെ നമ്മൾ നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ബന്ധുമിത്രാദികളോടും നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ പെരുമാറേണ്ടത്. നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ എന്നുള്ള ചിന്തയല്ല നമ്മളെ ഭരിക്കേണ്ടത്. മറിച്ച് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരുവാനും അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. പ്രിയ സ്നേഹിതരെ, അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കൊടുക്കുവാൻ വേണ്ടി പോകുന്നു. ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, അവൻ്റെ വാർദ്ധക്യത്തിൽ അവന് ലഭിച്ച മകൻ, ആ മകനെയാണ് ബലി കൊടുക്കുവാൻ വേണ്ടി ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുന്നത്. ഒട്ടും മടിയില്ലാതെ, ദൈവത്തോട് എതിർത്തൊന്നും പറയാതെ അബ്രഹാം ദൈവം കൽപ്പിക്കുന്ന ആ മലമുകളിലേക്ക് ബലിവസ്തുവായ ഇസ്ഹാക്കിനെയും കൊണ്ടുള്ള യാത്ര. താഴ്വാരത്തിൽ ചെല്ലുന്നു. ആ താഴ്വാരത്തിൽ ചെന്നപ്പോൾ ഭൃത്യന്മാരോട് പറയുകയാണ്, നിങ്ങളിവിടെ നിൽപ്പീൻ, ഞാനും എൻ്റെ മകനും പോയി ദൈവത്തിന് ആരാധന കഴിച്ച് മടങ്ങി വരാം. എത്ര വലിയ വിശ്വാസമാണ് അബ്രഹാം നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്ര അടിയുറച്ചുള്ള വിശ്വാസം കടന്നു വരുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് പൊറുക്കുവാനും മറ്റുള്ളവരെ തന്നെ പോലെ കരുതുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കൊടുക്കുവാനും വേണ്ടി ബലിപീഠം പണിതു. മകനപ്പനോട് കണ്ണുനീരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അപ്പാ, എവിടെയാണ് ബലിവസ്തു? ഈ മകൻ കണ്ടിട്ടുണ്ട്, തൻ്റെ അപ്പനോടുകൂടെ സഞ്ചരിച്ച് എങ്ങനെയാണ് യഹോവയായ ദൈവത്തിന് ബലി കൊടുക്കുക എന്നത് ഈ മകൻ കണ്ടിട്ടുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ഈ അപ്പനോട് സംശയം ചോദിക്കുക, അപ്പാ, എവിടെയാണ് ബലിമൃഗം? അപ്പൻ മകനോട് പറയുന്നു, മകനെ, ദൈവം കരുതിക്കൊള്ളും. പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ ദിവസം
എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത് ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള ഈ വചനം തന്നെയാണ്. നമ്മൾ തെറ്റിപ്പോകുമ്പോൾ, നമ്മൾ വഴിമാറി സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അരുതാത്ത സംഭവിക്കുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ ചിന്തിച്ച് വ്യാകുലപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ തീർച്ചയായും ഓർക്കണം, എല്ലാം ദൈവം കരുതിക്കൊള്ളുമെന്നുള്ളത്. നമ്മുടെ ജീവിതം ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനുള്ളതായി മാറട്ടെ. ദൈവത്തെ ആരാധിക്കാത്ത ഭവനത്തിൽ, ദൈവത്തെ ആരാധിക്കാത്ത വ്യക്തികളിൽ പിശാച് പിടിമുറുക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10 പറയുന്നുണ്ട്, സാത്താൻ നിന്നിലേക്ക് കടന്നു വന്ന്, അവൻ കടന്നു വരുന്നത് വെറുതെയല്ല, അവൻ മോഷ്ടിപ്പാനും അറുക്കുവാനും മുടിപ്പാനുമായിട്ടത്രേ കടന്നു വരുന്നത്. പ്രാർത്ഥനയും വിശ്വാസവും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ, ഒരു കൂട്ടായ്മയിൽ, ഒരു വ്യക്തിയിൽ സാത്താൻ കടന്നു വന്ന് അവൻ നിന്നിലുള്ള സർവ്വം മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന് വചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. എന്താണ് പ്രിയ സ്നേഹിതരെ സാത്താൻ ജീവിതത്തിൽ കടന്നു വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്? അവൻ മോഷ്ടിക്കുന്നതിൻ്റെ സമാധാനമാണ്, നിൻ്റെ സമ്പത്താണ്. ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമാധാനവുമാണ്. നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, നിൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സാത്താൻ നിൻ്റെ കുടുംബത്തിൽ കടന്നു വരും, നിന്നിൽ കടന്നു വരും, നിൻ്റെ ഹൃദയത്തിൽ കൂടിയിരിക്കും. അവൻ മോഷ്ടിക്കും നിൻ്റെ സമാധാനത്തെ. ആദ്യം അവൻ എടുത്തു കളയും. നിൻ്റെ സമ്പത്തിനെ രണ്ടാമത് അവൻ എടുത്തു കളയും. രണ്ടാമത് അവൻ വരുന്നത് നിന്നെ അറുത്തു മാറ്റുവാൻ വേണ്ടിയാണ്. സാത്താൻ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പിശാച് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രാർത്ഥനയില്ലാതെ നീ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ, നിൻ്റെ ബലഹീനതയിൽ പാപത്തിൽ നിന്ന് അകപ്പെട്ട് നീ മുന്നോട്ട് പോകുമ്പോൾ സാത്താൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവൻ നിന്നെ അറുത്ത് കളയും. നിന്നെ അറുത്ത് കളയുന്നത് എന്ന് പറയുമ്പോൾ നിൻ്റെ ബന്ധങ്ങളിൽ നിന്ന് നിന്നെ അറുത്തു മാറ്റും. നിൻ്റെ ആരോഗ്യം അവൻ അറുത്തു മാറ്റും. പ്രിയ സ്നേഹിതരെ, ഒരു കുടുംബത്തിലുള്ള ബന്ധങ്ങൾ അറുത്തു മാറ്റുന്നത് പിശാചാണ്. ഒരു വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ അറുത്തു മാറ്റുന്ന പിശാചാണ്. സഭയിൽ ബന്ധങ്ങൾ അറുത്തു മാറ്റുന്ന പിശാചാണ്. കൂട്ടായ്മകൾ ബന്ധങ്ങൾ അറുത്തു മാറ്റുന്ന പിശാചാണ്. ആ പിശാചിന് കയറി വരുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും പ്രഥമമായ കർത്തവ്യം എന്ന് പറയുന്നത്. അങ്ങനെ പിശാച് കടന്നു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറ്റപ്പെടണം. ദൈവത്തെ ആരാധിക്കുന്നവരായി മാറ്റപ്പെടുമ്പോൾ പിശാച് നിൻ്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ കഴിയാത്തൊരവസ്ഥയിൽ നിന്നെ ദൈവം സംരക്ഷിച്ചു നിർത്തും എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത് പിശാച് കടന്നു വരുമ്പോൾ നിന്നെ മുടിപ്പാൻ വേണ്ടിയാണ് അവൻ കടന്നു വരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലരെയും നമ്മൾ കാണുമ്പോഴും അവരുമായി സംസാരിക്കുമ്പോഴെല്ലാം അവിടെയെല്ലാം സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാ കാര്യത്തിലും എല്ലാം നഷ്ടപ്പെട്ടു പോയ, ഇനി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു പോയി എന്നുള്ള സങ്കടത്തിലും വിഷമത്തിലിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പ്രിയ സ്നേഹിതരെ, പിശാച് കടന്നു വരുമ്പോൾ എല്ലാവരും മുടിച്ചിട്ടേ പോവുകയുള്ളൂ. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ അറിയുവാനും ദൈവമുള്ള ജീവിതത്തിൽ പങ്കാളികളായി തീരുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നീ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഒരവസ്ഥയിൽ നിന്ന് നിനക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ നിനക്ക് ദൈവം ഒരു അവസരം ഒരുക്കി വച്ചിട്ടുണ്ട്. ആ അപ്പനെ തിരിച്ചറിയുക. നീ അപ്പൻ്റെ കൈ പിടിച്ച് നടന്നവനാണ്. നീ അപ്പൻ്റെ കരത്തോട് ചേർന്ന് നിന്നവനാണ്. നീ എൻ്റെ അപ്പനോടിൻ്റെ മാറോട് ചേർന്ന് നിന്നവനാണ്. ആ അപ്പൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ലാളിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ആ അപ്പൻ നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നിൻ്റെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് ഈ അപ്പനെ വിട്ട് നീ പ്രവാസത്തിലേക്ക് പലപ്പോഴും കടന്നുപോയവരാണ്. അങ്ങനെയെങ്കിൽ ഈ അപ്പൻ നിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നെയും കാത്തിരിക്കുക. മടങ്ങി വരുമ്പോൾ ഈ അപ്പൻ നിനക്ക് വേണ്ടി ഒരു സ്നേഹചുംബനത്തെ കരുതി വച്ചിട്ടുണ്ട്. ഈ അപ്പൻ നിനക്ക് നഷ്ടപ്പെട്ടു പോയ മേൽത്തനമായ അങ്കിയെ തിരിച്ചു തരുവാൻ അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ മോതിരത്തെ നിനക്കൊന്ന് മടക്കി തരുവാൻ അവൻ വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നുണ്ട്. നീ അടിമയായിരുന്നപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിൻ്റെ കാലിലെ ചെരുപ്പില്ലേ, ആ ചെരുപ്പിനെ ഒന്ന് നിനക്ക് മടക്കി തരുവാൻ അപ്പം നിനക്ക് കാത്തിരിക്കുക. നീ മടങ്ങി വരുമ്പോൾ നിനക്ക് വേണ്ടി എല്ലാ സ്നേഹിതന്മാരെയും വിളിച്ച്, എല്ലാ ബന്ധുമിത്രാദികളെയും വിളിച്ച് നിനക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുവാൻ വേണ്ടി നിൻ്റെ അപ്പൻ നിനക്ക് വേണ്ടി ഉമ്മറപ്പടിയിൽ നിന്നെയും കാത്തിരിക്കുക. പ്രിയ സ്നേഹിതരെ, മടങ്ങി വരിക. നിൻ്റെ അപ്പനുമായുള്ള ബന്ധത്തിൽ നിനക്കൊരിക്കൽ കൂടെ ആയിരിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്ക്. അവൻ നിന്നെ കരുതിക്കൊള്ളും. അവൻ നിനക്ക് വേണ്ടി മുമ്പേ നടന്നുകൊള്ളും.
അവൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളുമുള്ള ഉറച്ച വിശ്വാസത്തിൽ നിനക്ക് മുന്നോട്ട് പോകാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളെ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിൽ ഈ വചനത്തെ വീട്ടിലിരുന്നും വാഹനത്തിലിരുന്നും മറ്റ് പലയിടങ്ങളിൽ നിന്നും ശ്രമിച്ചിട്ടുള്ള മക്കളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ അവിടെ നിന്ന് കാണാതെ പോകല്ലേ. കർത്താവേ, ഞങ്ങളുള്ള ബലഹീനതയെ മാറ്റി ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തി അനുഗ്രഹിക്കണം. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്നേ തിരികെ തരുന്ന ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങൾ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പോയി കർത്താവേ. പലപ്പോഴും അടിമത്തത്തിലേക്ക് ഞങ്ങൾ മാറ്റപ്പെട്ടു പോയി. അത് സാത്താൻ്റെ അടിമത്തമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. പലപ്പോഴും പന്നികളെ മേയ്ക്കുന്നത് പോലെ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളായിപ്പോയി കർത്താവേ. അത്രമാത്രം മ്ലേച്ഛമായ അവസ്ഥയിലൂടെ ഞങ്ങളുടെ ജീവിതം പലപ്പോഴും കടന്നുപോയി യേശുവേ. അതായ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി കർത്താവേ. നിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. നീ ഞങ്ങളോട് പറഞ്ഞല്ലോ, എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്ന്. ആ കരുതൽ കർത്താവെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കർത്താവെ. പലപ്പോഴും നിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ വിമുഖത കാണിച്ചു. അതാ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവെ. നഷ്ടപ്പെട്ടു പോയ എല്ലാറ്റിനെയും തിരികെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ രോഗത്തെ മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാണമേ. ഞങ്ങളെ സാമ്പത്തിക ഞെരുക്കത്തിൽ ഞങ്ങൾക്ക് വിടുതൽ തന്ന് അനുഗ്രഹിക്കുമാറാണമേ. സർവ്വം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പാത്രികീസ് ബാവായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ മെത്രാപ്പോലീത്തന്മാരെ, വൈദികരെ, ശമാശന്മാരെ, ശുശ്രൂഷകരെ, സിസ്റ്റേഴ്സിനെ എല്ലാവരെയും സമർപ്പിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ധ്യാന കേന്ദ്രത്തെ നിൻ്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി ഈ ധ്യാന കേന്ദ്രം വളരത്തക്ക കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വം നിൻ്റെ കരങ്ങളിലേക്ക് താഴ്മയോടെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ പറ്റി അമ്മയുടെയും സ്ഥല ശുദ്ധിമാന്മാരെയും ശുദ്ധിയോധികളും പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും കാവലും കോട്ടയമായി തീരുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.